ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ? ഒരു വീട്ടിന്റെ മുന്നിൽ ചെന്നിട്ടൊരു പെണ്ണ് നിൽക്കാണ്. റളിയല്ലാഹുവിന്റെ വീട് തന്നെയാണ്. ഭാര്യ ഫാത്തിമ ബീവിയാണ്. വീട് ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഒന്ന് കാണണമെന്ന് കാണിച്ചു തരൂ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതു തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീ. ഫാത്തിമ ബീവി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നത് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണാധികാരിയുടെ വീട് തന്നെയാണ്. നിങ്ങളോട് ഇരിക്കുക, എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കൂരാ ഉമർ ഖലീഫ തങ്ങളെ വീടോ, സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു കുടിലി നാട്ടിലുമില്ലല്ലാഹ്. ആകെ ദ്രവിച്ച് വീഴാറായ കോലപ്പുര കൊണ്ടുണ്ടാക്കിയ എല്ലാം ചെതൽപുറ്റടിച്ചിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ വീട് കണ്ടപ്പോ കിഴവിയായ ഉമ്മ പറഞ്ഞു, ഇതാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്? സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത നാടിന്റെ ഭരണാധികാരിയുടെ വീട്, ഖജനാവിൽ കോടിക്കണക്കിന് സ്വത്തുള്ള ഭരണാധികാരിയുടെ വീട്, ഒരു മുന്തിരി തിന്നാൻ വേണ്ടിയിട്ട് ഭാര്യയോട് 25 നാണയം ഇറന്ന രാജാവിന്റെ വീട്, ഈ വീടാണോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട കിഴവിയായമ്മ ഓടിപ്പോയെങ്കിൽ വർത്തമാന കാലഘട്ടത്തെ ഭരണാധികാരികളെ രാജ്യത്തെ വിറ്റുതുലയ്ക്കുമ്പോ നമ്മുടെ കടൽ തീരങ്ങളും നമ്മുടെ കരകളും വിറ്റുതുലച്ച് ഇന്ത്യ മഹാരാജ്യത്തെ വിറ്റുതുലയ്ക്കുമ്പോ കേറി വരുന്ന ഭരണാധികാരികളെല്ലാം അവരുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് അവരുടെ കുടുംബത്തെ ഭംഗിയാക്കുമ്പോ, കുടുംബത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചുകൊണ്ട് എല്ലാ അഴിമതികളിലോട്ടും അഴിഞ്ഞാടുമ്പോ ഒരു നാട് തകരാൻ, ഒരു നാട്ടിൽ കലാപമുണ്ടാകാൻ ആ രാജ്യത്തെ ഭരണാധികാരി കാരണമാവുകയാണ്. നമ്മളെല്ലാവരും പരിപൂർണ ആരോഗ്യമുണ്ടായിരിക്കെ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ആ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ആരംഭ ഒരുക്കങ്ങളാണ് ഓരോ വെള്ളിയാഴ്ചക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നാണ്. വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് കാരണവന്മാർ ഒരുങ്ങുമായിരുന്നു. ഇന്നത്തെ പോലെ നമ്മളിപ്പോ നിങ്ങൾ കുറെ പേരെങ്കിലുമൊക്കെ നേരത്തെ വരുന്നുണ്ട്. പക്ഷെ കാരണവന്മാരുള്ള സമയത്തൊക്കെ നേരത്തെ ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ ആള് നിറയും, പള്ളി നിറയും. നല്ല ഉജാലയുടെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് അവർ നേരത്തെ തസ്ബീഹ് പിടിച്ച് സൂറത്തുൽ കഹ്ഫ് ഓതി, സ്വലാത്ത് ചൊല്ലി, അഅ്ളമു സ്വലാത്ത് ചൊല്ലിയൊക്കെ ഇങ്ങനെ സമയം ചെലവഴിക്കും. അവർക്ക് ഭൂരിഭാഗം പേര് മരണപ്പെട്ടതും ഇതുപോലെ വെള്ളിയാഴ്ച രാവുകളിലാണ്. നമുക്ക് വെള്ളിയാഴ്ച ഇല്ല, പെരുന്നാളില്ല, നമുക്ക് റമളാനില്ല, ആ സമയമാകുമ്പോൾ നടക്കും എന്നുള്ള രൂപത്തിലാണ് നമ്മളെങ്കിൽ തെറ്റി. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് പറ, അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, റജബും ശഅബാനും കടന്നു വരുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം. ഒരു 60 ദിവസമേ ഇനി ഉള്ളൂ നമ്മുടെ മുന്നിൽ റമളാൻ കടന്നു വരാൻ. ശാരീരികമായി, മാനസികമായി, ആത്യന്തികം നമ്മുടെ കൽബ് ശുദ്ധിയായി, നമ്മുടെ വിഷയം തന്നെ അതാണ്. നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്ത് നമ്മൾ വ്യക്തമായിട്ട് ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ റജബ് അങ്ങോട്ട് കടന്നു വന്നപ്പോ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അലാ ഇന്ന ഹാദാ ശഹ്റുല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അലാ അറിയണം, അലാ അറിയണം, റമളാനായപ്പോഴല്ല, പെരുന്നാളായപ്പോഴല്ല, ഹജ്ജായപ്പോഴല്ല, റജബ് എന്ന മാസം കിടന്നു വന്നപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അലാ അറിയണം, ഇന്ന ഹാദാ ശഹ്റുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമായ റജബാണ്. ഇന്ന ഹാദാ ശഹ്റുല്ലാഹിൽ ലസം വഹുവ ശഹ്റു സക്കാത്തിക്കും. നമ്മൾ റമളാനല്ലേ സക്കാത്ത് കൊടുക്കല്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സക്കാത്തുകളൊക്കെ തയ്യാറാക്കി വെക്കേണ്ട, കൊടുക്കേണ്ട മാസമാണ് റജബ്. വമൻ കാന അലൈഹി ദൈനുൻ, ആരുടെയെങ്കിലും അടുക്കൽ കടം, ആർക്കെങ്കിലും വല്ല കടം കൊടുക്കാനുണ്ടെങ്കിൽ റജബ് മാസമായാൽ ഫൽയുഅദ്ദു ദൈനഹു, അവനവന്റെ കടത്തേക്ക് കൊടുത്ത് എല്ലാത്തിൽ നിന്നും അവൻ ഒഴിവാകണം, സർവ്വ ഹറാമുകളിൽ നിന്ന്.
അന്ന് വരെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവനാണ്, അന്ന് വരെ സിനിമ കണ്ടുകൊണ്ടിരുന്നവനാണ്, അന്ന് വരെ ആഭാസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവനാണ്, അന്ന് വരെ മറ്റുള്ളവനെ കളിയാക്കിയവനാണ്, അന്ന് വരെ അവൻ അലസനായിരുന്നു, നിസ്കാരത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കാത്തവനായിരുന്നു, ദിക്റും സ്വലാത്തും ഒന്നും ഇല്ലാത്തവനായിരുന്നു. റമളാന്റെ 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദർ കിട്ടണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങേണ്ടത് ഈ പരിശുദ്ധമായ റജബിന് ഒന്നിനെ നമ്മൾ റെഡിയാവണം. ഉസ്മാന്തങ്ങൾ പറയാണ്, കടമുണ്ടെങ്കിൽ കടം വരെ കൊടുത്തു വിടണം. അപ്പൊ എത്ര ഗൗരവം നോക്ക്. മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ നിറവേറ്റിക്കളയണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറി പറഞ്ഞു, ആക്ഷേപം പറഞ്ഞു, നമ്മൾ ആകെ അതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മളുടെ ക്ഷമാപണം നടത്താൻ വേണ്ടി ഞാനും നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് വല്ല ഉംറയ്ക്കോ ഹജ്ജിനോ പോകുമ്പോഴാണ്. ഉംറയ്ക്കും ഹജ്ജിനും പോകാനും അതെ ഹജ്ജിന് പോവാണ് ചെയ്തൊക്കെ ഒന്ന് വരുത്തപ്പെട്ട് തരണം. കാരണം 3-4 ലക്ഷം രൂപ മുടക്കി പോണി, പൈസ വെറുതെ കളയാൻ പറ്റില്ല, കാശ് മുടക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോ പോലും മറ്റുള്ളൊരാളുടെ പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കില്ലെന്നാണ്. ഒരു നിസ്കാരം കബൂലാവണമെങ്കിലും ഹജ്ജ് കബൂലാണെങ്കിലും മാനദണ്ഡം ഒന്നാണ്. ഹജ്ജ് കബൂലാകാതിരിക്കാനുള്ള മാനദണ്ഡം എന്താണ്? മറ്റുള്ളവന്റെ പൊരുത്തമില്ല. അപ്പൊ നിസ്കരിക്കാൻ വരുമ്പോ പോലും നമ്മൾ മറ്റുള്ളവരുടെ പൊരുത്തം തേടണമെങ്കിൽ ഒരു വിശുദ്ധമായ മാസം ഇങ്ങനെ സമാഗതമാകുമ്പോ അള്ളാഹു അനുഗ്രഹിച്ച് സ്വർഗമെല്ലാം തുറന്നു വെച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്ന ഈ മാസം സമാഗതമാകുമ്പോൾ റജബിലെ ഒരുങ്ങണമെന്ന് സാക്ഷാൽ സയ്യിദുനാ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറഞ്ഞു, സുമ്മ ലയുസക്കി മാ ബഖിയ, ബാക്കിയുള്ള കാര്യങ്ങൾ നീ ഒരു ആത്മസംസ്കരണം നടത്തണം, നിന്റെ ഹൃദയം നീ ശുദ്ധിയാക്കണം, നീ നല്ലവനാകണം, നല്ല തെളിഞ്ഞ ഹൃദയമുള്ളവനാകണമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിലൂടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളാ പറയുന്നത്. ഒന്ന്, റജബ് എന്ന് പറയുന്നത് സാധാരണ ഒരു മാസമായിട്ട് പരിഗണിക്കരുത്. നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് വ്യത്യാസമില്ല. ജുമആവുമ്പോൾ അത് പാവങ്ങളുടെ പെരുന്നാൾ എന്നാണ് ഇവിടെ മുഅദ്ദിൻ ഉസ്താദ് വാളം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പറയുന്നത്. ഇത് പാവങ്ങളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന രാവാണ്. 5 രാവുകളിലെ ദുആ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല. 5 രാത്രികളിലെ ദുആ, അതിൽ ഒന്നാമത്തെ രാവെന്ന് പറയുന്നത് റജബ് 1-ന്റെ രാവാണ്. റജബ് 1 തലേ ദിവസ രാത്രി, അതായത് നാളെ നമ്മൾ 29 ശനിയാഴ്ച രാത്രി, നാളെ മാസപ്പിറവി കണ്ട് ഞായറാഴ്ച റജബ് 1 പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രാത്രിയിലെ ദുആക്ക് ഇജാബത്തുള്ള ദുആയാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ രാത്രി ശഅബാന്റെ 15-ാം രാവാണ്. നമ്മൾ അതിനൊക്കെ ഉണ്ട്, കാരണം 15-ാം രാവ് ബറാത്തിന്റെ രാവാണ്. ബറാത്ത് രാവ് എന്ന് പറയും, നമ്മൾ ഓടിയാണ് ദുആ ചെയ്യും കാരണവന്മാർക്ക് വേണ്ടി. പക്ഷെ റജബ് 1 ശ്രേഷ്ഠതയുണ്ട്. 3 ചെറിയ പെരുന്നാൾ രാവാണ്, 4 വലിയ പെരുന്നാൾ രാവാണ്, 5-ാമത്തെ രാവാണ് രസം, വെള്ളിയാഴ്ച രാവാണ്. ഏത് എല്ലാ വെള്ളിയാഴ്ച രാവിനും നല്ല ഇജാബത്താണ്. രാത്രി ഹജ്ജിന് എഴുന്നേൽക്കുന്നവരൊക്കെ ഒരു 3 മണി നേരെ എഴുന്നേറ്റുകൊണ്ട് അവനിങ്ങനെ ദുആ ചെയ്താൽ ഉറപ്പാണ് നമ്മുടെ ദുആ അല്ലാഹ് കബൂലാക്കിയിരിക്കും. ഇതിന് എന്തുകൊണ്ട് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അല്ലാഹ് സ്വീകരിക്കും. നിങ്ങൾ ഒരു സംശയം പ്രകടിപ്പിക്കണ്ട. കാരണം ഇത് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. രോഗം മാറണമെങ്കിൽ നമ്മൾ രാമായണം ഹോസ്പിറ്റലിൽ പോകും. അപകടം പറ്റാതിരിക്കണമെങ്കിൽ, ഇടങ്ങേറ് മാറണമെങ്കിൽ, കടങ്ങൾ മാറണമെങ്കിൽ, ദുഃഖങ്ങൾ മാറണമെങ്കിൽ ഈ രാവുകൾ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തോ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച രാവ് നശിപ്പിച്ചു കളയരുത്. ഇശാക്ക് ശേഷം ഭൗതികമായ സംസാരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കരുത്. പള്ളിക്കകത്ത് കയറിയാൽ പോലും നമ്മൾ ഭൗതികമായ സംസാരമാണ്. ഈ പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറി ഈ പള്ളിയിൽ ഒതുവെടുത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയവിയായ സംസാരം ഒന്നും ഒരു വാക്ക് പോലും ഉരിയാടാൻ പാടില്ല. അങ്ങനെ എങ്ങാനും നിങ്ങൾ ഉരിയാടിയാൽ, സംസാരിച്ചാൽ 40 കൊല്ലത്തെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മളൊന്ന് റെഡിയാവിൻ സഹോദരങ്ങളെ. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിലൊക്കെ കാണാം, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസ് നിർവചിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നു, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ പ്രതിഫലങ്ങളാണ്. ഈ ഷഹറുല്ലാ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താ അള്ളാഹെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഇത് അള്ളാഹ് പറഞ്ഞതല്ലേ? ഇത് പരിശുദ്ധ റസൂല് പറഞ്ഞതല്ലേ? അള്ളാഹുവിന്റെ മാസമാണെന്ന് വെറുതെ പറയുന്നതാണോ? അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും പവർ കൂടുതലാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവി, പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം, സ്വലാത്തും ഫീ മസ്ജിദി അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് പറ മനുഷ്യന്മാരെ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധ മദീനയാകുന്ന എന്റെ മസ്ജിദുൻ നബവിയിൽ നിങ്ങൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 1000 റക്അത്തിന്റെ ഇരട്ടി പ്രതിഫലമാണ് മദീനയിൽ എന്റെ പള്ളിയിൽ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വൽ മസ്ജിദുൽ ഹറാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെങ്ങാനും ഒരൊറ്റ റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ. അതുകൊണ്ടാണ് ഈ പൈസയൊക്കെ മുടക്കി ചില ആൾക്കാർ കൂടെ കൂടെ പോകുന്നത്. ഈ പ്രതിഫലങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ്. അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, മറ്റുള്ള പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലം. മുടിക്കൽ ഈ പള്ളിയിൽ നമ്മൾ ഒരു റക്അത്ത് നിസ്കരിച്ചാലും പരിശുദ്ധമായ കഅബാലയത്തിൽ നിസ്കരിക്കുന്നവന്റെയും കൂലിയുടെ വ്യത്യാസം, നമുക്ക് ഇവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരു റക്അത്തിന്റെ കൂലിയെങ്കിൽ പരിശുദ്ധ ഹറമിലാണെങ്കിൽ 1,00,000 ഇരട്ടി പ്രതിഫലം. അത് കിട്ടണമല്ലോ. ഉംറയ്ക്ക് പോകുന്ന ആള് മത്താഫിൽ പോകണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് 11:30-12 മണിയാകുമ്പോ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ് തൊട്ട് വന്ന് AC ഇരിക്കുകയാണ്. ജുമായ്ക്ക് അവിടെ ഹറമിൽ പോകുന്ന ആൾക്കാർ എപ്പോഴിരിക്കണം എന്നറിയാവോ? മത്താഫിന്റെ കത്ത് കയറണമെങ്കിൽ രാവിലെ 8:30 അവിടെ എത്തണം. 8:30 എത്തി അവിടെ ഇരിക്കണം. ഇരുത്തിയ പോലീസ് വരെ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ഹാജി ഹാജി എന്ന് പറഞ്ഞ് ഓടിക്കും, ഇരുത്തൂല്ല, എടങ്ങേറാവും. അവസാനം വെയിലത്ത് നിന്നിരിക്കും. വെയിലത്ത് 11 മണിക്ക് എന്നാൽ 12:30 1.5 മണിക്കൂർ വെയിലത്തിരിക്കും. അങ്ങനെ ഹറമിൽ ഒരു തുണിങ്ങനെ മോളും പുതച്ച് നല്ല നട്ടുച്ചയിൽ വെയിലിങ്ങനെ കൊണ്ട് ഒരു മുണ്ട് കൊടുത്ത് അവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? എന്തിനാണ്? 1,00,000 ഇരട്ടി പ്രതിഫലം അള്ളാഹ് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവ്വൽ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന 27 ഇരട്ടി പ്രതിഫലമാണ്. നമ്മൾ വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ ജമാഅത്തിൽ ഇന്ന് സുബഹിക്ക് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയപ്പോൾ നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം അള്ളാഹു അങ്ങോട്ട് തരും. വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടൂല. ചിലപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂലി പോലും അതാ തരൂല. കാരണം നിസ്കരിക്കാൻ നിനക്ക് വണ്ടിയും വാഹനവും കാലിന് മുടങ്ങൂല്ല, കൈക്ക് ഒരു അസുഖവും, നീ കിടപ്പ് രോഗിയല്ല, നീ ക്യാൻസർ ട്യൂമർ പേഷ്യന്റ് ഒന്നും അല്ല, ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ കിടന്നുറങ്ങി 6 മണിയാപ്പ് കഴിഞ്ഞ് 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചു. നിനക്ക് സുബഹി പോയിട്ട് അതിന്റെ ഒരംശം പ്രതിഫലം പോലും ഇല്ല എന്നല്ല. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്നാണ്. പള്ളി വരാൻ കഴിവുണ്ടായിരുന്നിട്ട് വീട്ടിൽ നിസ്കരിക്കുന്നവർ, വൈകിപ്പിക്കുന്നവർ, അവർക്കൊക്കെ നാശമാണെന്ന് ഖുർആൻ നസ്സാണ്, വ്യക്തമായിട്ട് പറയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് 12, മുഹറം മുതൽ ദുൽഹജ്ജ് വരെ. അതിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു ക്വാളിറ്റി കൊടുത്തു. ഏതൊക്കെയാണ് 4 മാസം? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം 3 മാസം, സലാഹത്തുൽ മുതവാലിയ 3 തുടരെയുള്ള മാസങ്ങൾ. ഒന്ന് മാറ്റി നിർത്തി റജബ്. ഈ വരുന്ന റജബ് മാസം ബഹുമാനിക്കപ്പെടേണ്ട മാസമാണ്. ഇമാം റാസി തങ്ങൾ പറയുന്നു, നീ ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ ഈ റജബ് മാസം എങ്ങാനും നീ ഒരു ഹറാമിലോട്ട് നോക്കിയാലോ, ഒരു ഹറാം കണ്ടാലോ, ഒരു ഹറാം സംസാരിച്ചാലോ, ഒരു ഹറാം നീ ചെയ്താലോ ഇരട്ടി അടി എന്ന് പറഞ്ഞതുപോലെ ഇരട്ടി ശിക്ഷ നിനക്ക് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയാൻ സൂക്ഷിക്കണം. റമളാനിലെ മാത്രം ഒരു വലത്തൊപ്പി എടുത്തു വെച്ച് നോമ്പ് തുറയാൻ പോയിട്ട് വന്നു 2 അബ്സന്റിന് നോമ്പ് തുറന്നിട്ട് 27-ാം ആകുമ്പോൾ ഒരു കേരളൂടെ കയറി പെരുന്നാളാകുമ്പോ പോകുമ്പോ സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കരുത്. നരകത്തിന്റെ ഇടങ്ങേറിന്റെ അടി അള്ളാഹു നമുക്ക് തരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമളാൻ വേണമെന്നുള്ളവർ ഇപ്പോഴേ ഒരുങ്ങണം. കാരണവന്മാരൊക്കെ 90 നോമ്പ് പിടിക്കും. 90 നോമ്പ്, 30 നോമ്പ് റജബ്, 30 നോമ്പ് ശഅബാൻ, 30 നോമ്പ് റമളാൻ, 90 നോമ്പ് പിടിക്കും. ഞാൻ പറയാം, റജബിൽ 90 പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ 3 നോമ്പുകൾ പിടിക്കണം. ഒരു 3 നോമ്പ് റജബിൽ ഒന്നിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ച നോമ്പ് പിടിച്ചാൽ ആ 10ന്റെ കൂലി കിട്ടുന്നില്ല. അങ്ങനെ 3 നോമ്പെങ്കിലും നിങ്ങൾ പിടിക്കണം. നമ്മളത് ചെയ്യണം സഹോദരങ്ങളെ. ഖത്തം ഇപ്പോഴേ റമളാനാകുമ്പോ പരാതി, ഉസ്താദേ ഞാൻ റമളാനായപ്പോ ഖുർആനൊക്കെ ഓതിയതാ, പിന്നെ അങ്ങോട്ട് അസുഖമായി, തൊണ്ടയടപ്പായി, കഫക്കെട്ടായി, ഖത്തം തീർക്കാൻ പറ്റില്ല, ആകെ പ്രയാസമായി. ആ റമളാൻ എങ്ങാനും നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥയുണ്ടായി. ജീവിതത്തിൽ ഒരു ഖത്തമെങ്കിലും തീർക്കാതെ ഞാനും നിങ്ങൾ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? നമുക്കൊരു ഹക്കുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, ആയുസിൽ ഒരു ഖത്തമെങ്കിലും തീർക്കണം. ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം ആയുസിന്റെ ഉള്ളിൽ. 1,00,000 ഖുൽ ഹുവല്ലാഹു ചൊല്ലണം. ഒരു 4444 നാരിയോ സ്വലാത്ത് ചൊല്ലണം. ഒരു 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലണം. നമ്മുടെ ലൈഫിൽ ചെയ്തു തീർക്കണം. ഇതൊക്കെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒക്കെ അപ്പുറത്ത് കടന്ന് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇതിന്റെയൊക്കെ ഉപരി മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നതിന്റെ പരം പരിശുദ്ധമായ റജബ് വരുമ്പോൾ
നമ്മുടെ നീയത്ത് നമ്മൾ നന്നാക്കണേ, ഖൽബ് ശുദ്ധിയാക്കണം. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ശുദ്ധിയാക്കി കടം കൊടുക്കാനുള്ളവന്റെ 10 പൈസ നമ്മൾ ബാക്കി വെക്കരുത്. റജബ് കടന്നു വന്നാൽ കടം കൊടുക്കാനുണ്ടോ, അവന്റെ പൈസ കൊടുത്തു വീട്ടിയേക്കണേ. പൈസ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അവനുമായിട്ട് സംസാരിക്കണം. വല്ലാഹി പടച്ചോനാണ്, എന്റെ പൈസ ഇല്ല, ഇന്ന തീയതി നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞ് നിന്റെ ഇടപാട്, നിന്റെ ഹക്ക് ബാധ്യത റജബിൽ നീ തീർത്തില്ലെങ്കിൽ റമളാനിന്റെ മാധുര്യം നുകരാൻ നിനക്ക് കഴിയില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ായ പണ്ഡിതന്മാർ ധാരാളം പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് കേട്ടോ, യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറാ യുഅ്തികും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിന്റെ ഹൃദയത്തിൽ നീ ഒരു കാര്യം നന്മയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീ മുതിരുമ്പോ, നിനക്ക് അധികാരം കിട്ടി, നീ പഞ്ചായത്ത് മെമ്പറായി, നിനക്ക് പള്ളിയുടെ പ്രസിഡന്റായി, അല്ലെങ്കിൽ മഹല്ലിന്റെ ഖത്തീബായി, അല്ലെങ്കിൽ കുടുംബനാഥനായി, അല്ലെങ്കിൽ നിനക്കൊരു അധികാരം കിട്ടി, നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ നീ എങ്ങാനും നീയത്ത് വെച്ചു നിന്റെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് ഈ അവസരം മുതലാക്കി ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യണമെന്ന് നീ നീയത്ത് വെച്ചാൽ ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും, നീ മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാൾ നന്മ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു നിനക്ക് എല്ലാ പാപങ്ങളും കൂടി പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. നമുക്ക് ഈമാൻ തരുമാറാവണം. അവസരം കിട്ടുന്ന നന്മകൾ ചെയ്താലാണ്. നമ്മൾ ഒരു റക്അത്ത് സുബ്ഹി നിസ്കരിച്ചാലാണ് ളുഹർ നിസ്കരിക്കാനുള്ള ചാൻസ് കിട്ടുള്ളൂ. ളുഹർ നിസ്കരിക്കാൻ നമ്മൾ അവസരം നമ്മൾ മുതലെടുക്കുമ്പോഴാണ് അസറിനുള്ള ചാൻസ് കിട്ടുള്ളൂ. ശനി ഞായറും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ 5 ദിവസങ്ങളിൽ നന്മ മാത്രം ചെയ്താലാണ് വെള്ളിയാഴ്ച ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഒരു വെള്ളിയാഴ്ച നന്നായാലാണ് അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കുകയുള്ളൂ. അങ്ങനെയാണ്. ഈ വെള്ളിയാഴ്ച നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ ഈ ഒരു ആഴ്ച മൊത്തം അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുത്തോളും. ഒരു പ്രഭാതത്തിൽ രാവിലെ സുബ്ഹി നിസ്കരിച്ചാലാണ് ആ ഇശാ നിസ്കാരം വരെയുള്ള നിന്റെ കാര്യത്തിൽ അള്ളാഹു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹ് കൈവിടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് നീയത്ത് നന്നാക്കണം. നല്ല മാസങ്ങൾ കടന്നു വരാണ്. നീയത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. റജബ് വരികയാണല്ലോ റബ്ബേ, ശഅബാൻ വരികയാണല്ലോ അല്ലാഹ്, റമദാനതാ വീടിന്റെ പടിവാതിൽക്കലെത്തിയല്ലോ, വെളിപ്പാടകളെ റമദാൻ വന്നല്ലോ അല്ലാഹ്. ഇനി എനിക്കൊന്ന് നന്നാവണമല്ലോ അല്ലാഹ്, ഇനി ഒരൊറ്റ നിസ്കാരം പോലും ഞാൻ പാഴിക്കളയാൻ പാടില്ലല്ലോ. ആണ് നീയത്ത് കൊണ്ടുവരേണ്ട. നീയത്തിന്റെ രൂപം തന്നെ എങ്ങനെയാണ്? ഇനി ഹറാമ് കാണാൻ പാടില്ല. ഇത്രയും നാള് പാതിരാത്രി കുറെ നേരം ഫോൺ നോക്കി കിടന്നു, കുറെ നേരം ഇൻസ്റ്റാഗ്രാം നോക്കി, കുറെ നേരം ഫേസ്ബുക്ക് മറിച്ചു. അതിൽ വരുന്ന കാണാൻ പറ്റുന്നതും കാണാൻ പാടില്ലാത്തതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എനിക്കങ്ങനെ പാടില്ലല്ലോ. റജബ് മാസം വരികയാണല്ലോ അല്ലാഹ്, അതാണ് നിയ്യത്ത് വെക്കേണ്ടത്. എന്നിട്ട് ഒഴിവാവണം പാടെ. ഇത്രയും നാൾ കൂട്ടുകാരുമൊത്ത് അനാവശ്യ സംസാരം ഞാൻ സംസാരിച്ചു, ഞാൻ കളി തമാശകൾ ഏർപ്പെട്ടു, ബാങ്ക് പള്ളിയിൽ മുഴങ്ങിയപ്പോ പോലും ഞാൻ കവലകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി എനിക്കത് പാടില്ലല്ലോ റബ്ബേ. റജബ് വരാൻ പോവാണല്ലോ, ഞാൻ ഹലാലും ഹറാമും നോക്കിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇനി എനിക്കത് ശ്രദ്ധിക്കണമല്ലോ. റമദാൻ വരാൻ പോവാണല്ലോ, വെള്ളിയാഴ്ചയാണല്ലോ അല്ലാഹ്, എനിക്ക് നേരത്തെ ഒന്ന് പള്ളിയിൽ പോണമല്ലോ. നീയത്ത് നീ ചെയ്താലാണ് അതിനുള്ള അവസരം അല്ലാഹു നിനക്ക് തരുള്ളൂ. നല്ലോണം ശുദ്ധിയാക്കി എടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്ന് അറിയപ്പെടുന്നത്, അദ്ദേഹം ഭരണാധികാരിയായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒരു കിതാബ് തന്നെയുണ്ട് ബഹുമാനപ്പെട്ടവരെ പറ്റി. സാലിം ഇബ്നു അബ്ദുല്ല എന്നവര് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരത്തിൽ ഏറിയപ്പോ ഒരു കത്തയച്ചു. വർത്തമാന കാലഘട്ടത്തിന്റെ 2025 ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് വന്നു. വിജയികളെയും പരാജയങ്ങളെയും നിർണയിച്ചു. എല്ലാ ഭരണത്തിൽ ഏറിയവരോടും കൂടിയിട്ട് ഈ ഒരു ഉപദേശമുണ്ടെന്നാണ്. മഹാനായ സാലിം ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്, ഫഇൻ നവൈതൽ ഹഖ,
എന്റെ പൊന്ന് അബ്ദുൽ അസീസെ, ഉമർ ബിൻ അബ്ദുൽ അസീസെ, നിങ്ങൾ ഈ ഭരണാധികാരത്തിലൊക്കെ ഇങ്ങനെ ഏറിയിരിക്കല്ലേ? നിങ്ങൾ എങ്ങാനും ഹക്കാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അല്ലാഹു അതിന്റെ മേൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ അങ്ങനെ നന്മ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നിയത്തെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ കുറെ ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരും, അതിന്റെ സഹായികളായവരെ. അല്ലെങ്കിൽ ഭരിക്കാൻ കയറി കാണുമ്പോൾ കുറച്ച് മുക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെയാണ് മോഹമെങ്കിൽ അവൻ ഭരണാധികാരത്തിൽ ഇരുന്നങ്ങ് താഴെക്കടയിലോട്ട് പോകുമെന്നാണ്. അതുകൊണ്ട് നിയത്തങ്ങട്ട് നന്നാക്കണം. മിൻ ഹൈസു ലാ തഹ്തസിബ് ഫഇന്ന ഔനല്ലാഹി അലാ ഖദ്രി നിയതിഹി. ശ്രദ്ധിച്ചു കേൾക്കണം ഈ വാക്കിന്റെ മുഅ്മിനീങ്ങളെ. ഫഇന്ന ഔനല്ലാഹ്, എനിക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് രാഖി രാമായണം പറയുന്നവരെ, എന്നെ അള്ള കാത്തോളും, എന്റെ അസുഖം അള്ള മാറ്റിക്കോളും, എന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തോളും. അതെപ്പോഴെന്നറിയുമോ? പറയാനുള്ള അവകാശം നിനക്കുണ്ടാകുന്നത് ഒരാളുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ സഹായം അവന് കിട്ടുന്നത്. ഒരാൾ അവന്റെ നീയത്തങ്ങ് പൂർത്തീകരിച്ചാൽ അള്ളാഹു അവന്റെ കാര്യങ്ങളും അള്ളാഹു സഹായത്തോട് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ആരെങ്കിലും തന്റെ നീയത്തിൽ വീഴ്ച വരുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ അതോടുകൂടി അവൻ അള്ളാഹു അവന്റെ കാര്യത്തിൽ എല്ലാ വീഴ്ചയും വരുത്തുന്നതാണ്. എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നപ്പോ സുബ്ഹാനല്ലാഹ്, എങ്ങനെയെന്നറിയുമോ അവിടുത്തെ ഭരണം പ്രിയപ്പെട്ടവരെ? ചെന്നായി കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും ഒരുമിച്ചാണ് ഒരു പുൽമേടിൽ മേഞ്ഞിരുന്നത്. രണ്ടാൻ ഉമർ എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. സക്കാത്ത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയ. സക്കാത്ത് വേണോ എന്ന് വെച്ച് പാതിരാത്രിയിലും പ്രഭാതത്തിലും ആളുകൾ ഓടിയടക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പണം കിട്ടുമ്പോ, അധികാരം കിട്ടുമ്പോ പടച്ചോനെ മറന്നുകൊണ്ട് നീയത്തെല്ലാം നശിപ്പിച്ചു കളയുന്നവരെ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ട് ഇടിച്ചു താഴ്ക്കുന്നതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ആദ്യം അറിഞ്ഞത് ഒരു ആട്ടിടയനാണ്. ആട്ടിടയൻ ആടിനെ മേച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ചെന്നായ ചാടി വീണ് ഒരു ആട്ടിനെ ആക്രമിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മരണപ്പെട്ടിരിക്കുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു ചെന്നായ പോലും ഒരു ആട്ടിന്റെ മേലിൽ കേറൂല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ റൂഹ് പിടിച്ചിരിക്കുന്നു. ആ വാർത്ത ശരിയായിരുന്നു. ആലോചിച്ചോക്കെ. അപ്പൊ നമ്മൾ എത്രത്തോളം നീതിയുള്ളവരായി മാറണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. പാവപ്പെട്ട കിഴവിയായ പെണ്ണ്, വീടില്ല, ദ്രവിച്ച വീടാണ്, എന്റെ വീടൊക്കെ നന്നാക്കണം. വീടില്ലാത്തോണ്ട് വീട് വെക്കണമെന്നല്ല, ദ്രവിച്ചിരിക്കുന്ന വീടാണോ നന്നാക്കി തരണമെന്ന് പറയാൻ വേണ്ടി ഭരണാധികാരിയുടെ വീട്ടിൽ പോവാണ്. ഒരു കാര്യം ചൊല്ലൂ പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ, തങ്ങളെ വീടെവിടെ? ഒരു വീട്ടിന്റെ മുന്നിൽ ചെന്നിട്ട് ഒരു പെണ്ണ് നിൽക്കാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ വീട് തന്നെയാണ്. ഭാര്യ ഫാത്തിമ ബീവിയാണ്. വീട് ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഒന്ന് കാണണമെന്ന് കാണിച്ചു തരൂ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതു തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീ. ഫാത്തിമ ബീവി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണാധികാരിയുടെ വീട് തന്നെയാണ്. നിങ്ങളിവിടെ ഇരിക്കുക. എന്താ കാര്യം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കൂര ഉമർ ഖലീഫ തങ്ങളെ വീടോ സുബ്ഹാനല്ലാഹ്,
ഇതുപോലെ വേറൊരു കുടിലി നാട്ടിലുമില്ലല്ലാ. ആകെ ദ്രവിച്ച് വീഴാറായ കോലപ്പുര കൊണ്ടുണ്ടാക്കിയ എല്ലാം ചെതൽപുറ്റടിച്ചിരിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ വീട് കണ്ടപ്പോ കിഴവിയായ ഉമ്മ പറഞ്ഞു, ഇതാണോ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീട്? സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത നാടിന്റെ ഭരണാധികാരിയുടെ വീട്, ഖജനാവിൽ കോടിക്കണക്കിന് സ്വത്തുള്ള ഭരണാധികാരിയുടെ വീട്, ഒരു മുന്തിരി തിന്നാൻ വേണ്ടിയിട്ട് ഭാര്യയോട് 25 നാണയം ഇറന്ന രാജാവിന്റെ വീട്, ഈ വീടാണോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട കിഴവിയായമ്മ ഓടിപ്പോയെങ്കിൽ വർത്തമാന കാലഘട്ടത്തെ ഭരണാധികാരികളെ രാജ്യത്തെ വിറ്റുതുലയ്ക്കുമ്പോ നമ്മുടെ കടൽ തീരങ്ങളും നമ്മുടെ കരകളും വിറ്റുതുലച്ച് ഇന്ത്യ മഹാരാജ്യത്തെ വിറ്റുതുലയ്ക്കുമ്പോ കേറി വരുന്ന ഭരണാധികാരികളെല്ലാം അവരുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് അവരുടെ കുടുംബത്തെ ഭംഗിയാക്കുമ്പോ കുടുംബത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചുകൊണ്ട് എല്ലാ അഴിമതികളിലോട്ടും അഴിഞ്ഞാടുമ്പോ ഒരു നാട് തകരാൻ, ഒരു നാടിൽ കലാപമുണ്ടാകാൻ ആ രാജ്യത്തെ ഭരണാധികാരി കാരണമാവുകയാണ്. ബീഹാറിൽ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് അവന്റെ ലൈംഗിക അവയവം നോക്കിക്കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ സുന്നത്ത് നടത്തി അവന്റെ ഗുഹ്യാവയവം കണ്ടിട്ട് അവന്റെ കൈകാലുകൾ മുറിച്ചു കളഞ്ഞത്, അവന്റെ നെഞ്ചിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് ആഞ്ഞിടിച്ചത്, അവന്റെ ചെവി മുറിച്ചു കളഞ്ഞത്. ഈ ഭരണാധികാരികൾ ഇങ്ങനെ വന്നാൽ എന്ത് സമാധാനമാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക? അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഫാസിസത്തെ വെറുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ പോലും മാറ്റിക്കളയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഭരണകൂടത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കണം നമ്മൾ ഈ പരിശുദ്ധമായ ജനാധിപത്യത്തെ. അത് വിശുദ്ധ ഇസ്ലാം പ്രമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് വിശുദ്ധ ഇസ്ലാം എപ്പോഴും പ്രമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. മഹാത്മാഗാന്ധിജി ഏറ്റവും വലിയ വൃത്തികെട്ടവനാണെന്ന് വരുത്തി തീർക്കാനുള്ള സർവ്വ ശ്രമങ്ങളും അനീറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കൊലപാതകം, ഒരു രണ്ടാം കൊല ചെയ്യാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിജിയെ ഒരു രണ്ടാം കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിന്റെ ഭരണകൂടമെങ്കിൽ നമ്മുടെ മക്കളും നാം ഇന്നലെ വരെയും പഠിച്ച രാഷ്ട്രപിതാവിന്റെ പേര് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കൊള്ളാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? നമ്മുടെ ആന്തരിക അവയവങ്ങളെ സംശുദ്ധമാക്കി ഈമാൻ എന്ന പ്രഭയുണ്ടാക്കിയെടുത്ത് ശക്തരായ ഈമാനുള്ളവരായി മാറി, 5 വക്ത് നിസ്കാരമുള്ളവരായി മാറി, അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ദുആ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്നവരായി മാറണം ഞാനും നിങ്ങളും. ഓരോ കാര്യങ്ങളും 1 by 1 കാര്യങ്ങൾ റബ്ബിനോട് ഒറ്റക്കെട്ടായിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്യണം. അങ്ങനെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മൾ വാളെടുത്തിറങ്ങാനും തോക്കെടുത്തിറങ്ങാനും കലാപം ഉണ്ടാക്കാനും വേണ്ടിയല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ ദുആയാണ്. ദുആക്ക് ഇജാബത്തുള്ളവരായി നമ്മൾ മാറണം. നമ്മളത് മാറുന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തുസക്കി ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണം. പരിശുദ്ധമാക്കപ്പെട്ട റജബ് അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസുകൊള്ളൊരു രീതി നീ എടുക്കണ്ട. അകം ശുദ്ധിയാക്കാതെ നല്ല കമീസൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് തൊപ്പി വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്നെ പറ്റി പറഞ്ഞാൽ നമ്മളിങ്ങനെ കമീസ് ചുബ്ബെന്ന് ഇട്ട് കാതേരം ശുദ്ധിയാക്കാതെ ഉറന്നീ മിനുക്കി നടക്കണ്ട. അത് കക്കൂസ് പോലെയാണെന്ന്. കക്കൂസൊക്കെ ഇന്നത്തെ വീട്ടിലെ കക്കൂസ് കണ്ടാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ബാത്റൂം ഉണ്ടാക്കുന്നത്. അടിപൊളിയാ കാണാൻ. ബാത്റൂമിനെ കാട്ടി സെറ്റപ്പാണ് ഇപ്പോഴത്തെ വീട്ടിലെ കക്കൂസ്. പക്ഷേ ഉള്ളിൽ മാലിന്യമാണ്. ഉദ്ദേശ ശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടി എന്നാൽ തന്നെയും മണ്ണ് കട്ടയാ. ഉദ്ദേശശുദ്ധി ഇല്ലാതെ നീ എന്തൊക്കെ, അത് സ്വതക്കയാണെങ്കിലും സക്കാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും നീ ചെയ്യുന്ന എന്ത് നന്മയാണെങ്കിലും സാമൂഹിക പ്രവർത്തനമാണെങ്കിലും ഉദ്ദേശശുദ്ധി ഇല്ലാതെയാണ് നീ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു അണുമണിക്കിട വില ജനങ്ങളുടെ മുന്നിലുണ്ടാവില്ല, പടച്ചവന്റെ മുമ്പിലുണ്ടാവില്ല. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്ന് കണ്ടാൽ മുഴുവനും നശിക്കുന്നതാ. ഉള്ളിലാണുള്ള നമുക്ക് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഈ പ്രസംഗം അടക്കം, ദിക്ർ, സ്വലാത്ത് ഒക്കെ റബ്ബ് നോക്കുന്നത് വായിലൂടെ ഈ പുറത്തു വിടുന്ന ഈണത്തിന്റെയും വാക്കുകളുടെയും പ്രഭവത്തിന്റെയും വില കൊണ്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ നോക്കുക.
അതുപോലെ കലർപ്പുണ്ടെങ്കിൽ എടുത്ത് വെള്ളയിൽ കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് ശുദ്ധിയാക്കുക, നന്മയുള്ള, ആരോടും പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നന്മയുള്ള, പരസ്പരം സ്നേഹമുള്ള, ഒരുവൻ ദുഃഖിച്ചു കിടക്കുമ്പോൾ അവനെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന നന്മയുള്ളവരായി നമ്മൾ മാറുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. റജബാണ്, ഒരുങ്ങ്, നന്മയുള്ള ഹൃദയവുമായിട്ട് കൃത്യമായി നിസ്കരിക്ക്, നല്ലവണ്ണം സദഖയും സക്കാത്തും കൊടുക്ക്, ആളുകളോട് നല്ലവണ്ണം പെരുമാറി, പിണക്കങ്ങളൊക്കെ മാറ്റി. നമ്മളൊക്കെ ഒരു നാട്ടുകാരും ഒരു വീട്ടുകാരും ഒരു കുടുംബക്കാരൊക്കെ തന്നെയാണ്. അള്ളാഹു ആ വഴിയിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.